Hello everyone, welcome to High Top Education. It's me Nandana. I am dealing with +2 NIOS Mathematics. നമ്മൾ NIOS Mathematicsലെ ഫോർത്ത് മൊഡ്യൂൾ ആയിട്ടുള്ള കോർഡിനേറ്റ് ജോമെട്രി എന്നുള്ള മൊഡ്യൂളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ നമുക്ക് ടോട്ടലി 4 ലെസൺസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് ലെസൺ വരുന്നത് കാർട്ടീഷ്യൻ സിസ്റ്റം ഓഫ് റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ്, സ്ട്രെയിറ്റ് ലൈൻസ്, സർക്കിൾസ്, കോണിക് സെക്ഷൻ. ഇങ്ങനെ 4 ലെസൺസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ 13th ലെസൺ ആയിട്ടുള്ള കാർട്ടീഷ്യൻ സിസ്റ്റം ഓഫ് റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. തുടക്കത്തിൽ തന്നെ നമ്മൾ കുറച്ച് ബേസിക്സ് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെന്നുവെച്ചെങ്കിൽ നമ്മൾ രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻസ് വരയ്ക്കുമ്പോൾ അവർ രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ഒരു ഫിക്സഡ് പോയിന്റ് ഉണ്ടായിരിക്കും. ആ ഒരു ഇന്റർസെക്ട് ചെയ്യുന്ന ഫിക്സഡ് പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒറിജിൻ O. നോക്കിയേ, the fixed point O where the lines intersect each other is called the origin O. ഇനി രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോർഡിനേറ്റ് ആക്സസ് എന്നുള്ളത്. നോക്കിക്കേ, ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട്, ഇവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ ഉണ്ട്. ഈ ഹൊറിസോണ്ടൽ ലൈൻ ആണ് XO(x' എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ലൈൻ ആണ് XO(x' എന്ന് പറയുന്നത്. വെർട്ടിക്കൽ ലൈൻ ആണ് YOY' എന്ന് പറയുന്നത്. ഈ XO(x') നമ്മൾ എക്സ് ആക്സസ് അല്ലെങ്കിൽ ആക്സസ് ഓഫ് എക്സ് എന്നും YOY' നമ്മൾ Y ആക്സസ് അല്ലെങ്കിൽ ആക്സസ് ഓഫ് Y എന്നും വിളിക്കാറുണ്ട്. ഇനി അടുത്തത് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ഓഫ് എ പോയിന്റ് ആണ് പറയുന്നത്. എങ്ങനെ നമ്മൾ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ PXY എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എക്സ് കോർഡിനേറ്റും ഉണ്ടായിരിക്കും, അവർക്ക് എന്തുണ്ടായിരിക്കും, ഒരു Y കോർഡിനേറ്റും ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ നോക്കിക്കേ, 2 3 എന്നാണ്. അതായത് അവർ എക്സ് കോർഡിനേറ്റ് 2 ആണ്, Y കോർഡിനേറ്റ് എന്താണ് 3 ആണ്. അതേപോലെ ഇവിടെ 3 2 ആണ്. അതായത് എന്താണ്, എക്സ് കോർഡിനേറ്റ് 3 ആണ്, Y കോർഡിനേറ്റ് 2 ആണ്. ഇനി അടുത്തത്, നമ്മളൊരു 2D പ്ലെയിനിൽ രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരയ്ക്കുന്ന സമയത്ത് ആ ഒരു 2D പ്ലെയിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ക്വാഡ്രൻസ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാഡ്രൻസ് എന്ന് പറയുന്നത്. ഇതിന് ഫസ്റ്റ് ക്വാഡ്രന്റ് നോക്കിക്കേ, എക്സ് എപ്പോഴും 0-നെക്കാട്ടിയും വലുതായിരിക്കും, അതേപോലെ Y വാല്യൂസും എപ്പോഴും 0-നെക്കാട്ടിയും വലുതായിരിക്കും. അതായത് എക്സും Y എന്തായിരിക്കും, എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇനി സെക്കൻഡ് ക്വാഡ്രന്റ് നോക്കിക്കേ, എക്സ് എപ്പോഴും 0-നെക്കാട്ടിയും ചെറുതായിരിക്കും, Y എപ്പോഴും എന്തായിരിക്കും, 0-നെക്കാട്ടിയും വലുതായിരിക്കും. അതായത് എക്സ് നെഗറ്റീവും Y എന്തായിരിക്കും, പോസിറ്റീവും ആയിരിക്കും. ഇനി തേർഡ് ക്വാഡ്രന്റ് നോക്കിക്കേ, ഇവിടെ എക്സും വൈയും എന്താണ്, 0-നെക്കാട്ടിയും ചെറുതായിരിക്കും. അതുകൊണ്ട് എക്സും വൈയും എന്തായിരിക്കും, എപ്പോഴും നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും. ഇനി ഫോർത്ത് ക്വാഡ്രന്റ് നോക്കിയോ, ഫോർത്ത് ക്വാഡ്രന്റിൽ എങ്ങനെയാ, എക്സ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, Y എപ്പോഴും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇനി നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇത് മുതൽ എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ച് ഫോർമുലാസ് ഒക്കെ എഴുതി എക്സാമ്പിളൊക്കെ ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് വരുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ആണ്. അതായത് നമ്മൾ ഒരു ക്വാഡ്രന്റിൽ 2 പോയിന്റ് മാർക്ക് ചെയ്യാണ്. അപ്പൊ PQ എന്ന് പറഞ്ഞിട്ട് 2 പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ഈ Pയുടെ കോർഡിനേറ്റ്സ് ആണ് X1ഉം Y1ഉം, Qന്റെ കോർഡിനേറ്റ്സ് ആണ് X2ഉം Y2ഉം. അങ്ങനെയാണെങ്കിൽ Pയിൽ നിന്ന് Qയിലേക്കുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുലയാണ് √(x2 - x1) പ്ലസ് Y2 - Y1 എന്നുള്ളത്. ഓക്കെ, ഈ Pയും Qവും ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. Qക്കും പകരം ഒറിജിൻ നിന്ന് Pക്കുള്ള ഡിസ്റ്റൻസ് ആണ് കാണുന്നതെങ്കിലോ, ഒറിജിൻ എപ്പോഴും എന്തായിരിക്കും, ഒറിജിന്റെ കോർഡിനേറ്റ്സ് എപ്പോഴും എന്തായിരിക്കും, 0 0 ആയിരിക്കും. അതുകൊണ്ട് OP പറയുന്നത് എന്തായിരിക്കും, √(x² + y² ആയിരിക്കും. OP എന്ന് പറയുന്നത് എന്തായിരിക്കും, √(x² + y² ആയിരിക്കും. അതായത് നമ്മൾ ഒരു പ്ലെയിനില് 2 പോയിന്റ്സ് വരച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുലയാണ് √(x2 - x1) പ്ലസ് Y2 - Y1. ഇനി ഒറിജിനിൽ നിന്ന് ഒരു പോയിന്റിലേക്കുള്ള പോയിന്റ് ആണ് കാണുന്നത് വെച്ചെങ്കിലോ, ഡിസ്റ്റൻസ് ആണ് കാണുന്നത് വെച്ചെങ്കിലോ, √(x² + y² ചെയ്താൽ മതി. നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. അതായത് ഇവിടെ നോക്കിക്കേ, ഇവിടെ A = 14 3 B = 10 6 എന്നും തന്നിട്ടുണ്ട്. അതായത് ഇവിടുത്തെ X1 എന്ന് പറയുന്നത് എത്രയാടാ, 14 ആണ്. Y1 എന്ന് പറയുന്നത് എത്രയാണ്, 3 ആണ്. ഇനി Bയിൽ നോക്കിക്കേ, X2 എന്ന് പറയുന്നത് എത്രയാണ്, 10 ആണ്. Y2 എന്ന് പറയുന്നത് എത്രയാണ്, 6 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് AB എന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുകൂടെ. AB എന്നുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല എന്താടാ, ഇവിടെ X2 എത്രയാണ്, 10 മൈനസ് X1 എത്രയാണ്, 14² പ്ലസ് Y2 എത്രയാണ്, 6 മൈനസ് 3². അപ്പൊ ഇത് കണ്ടുപിടിക്കുമ്പോ എങ്ങനെയായിരിക്കും, √10 - 14 എത്ര വരും, -4 വരും അല്ലെ. -4 എന്ന് പറഞ്ഞാൽ -4ന്റെ സ്ക്വയർ എത്ര വരും, 16
പ്ലസ് 6 മൈനസ് 3 3ന്റെ സ്ക്വയർ 9. അപ്പൊ 16 പ്ലസ് 9 റൂട്ട് ഓഫ് 16 പ്ലസ് 9 വരുമ്പോൾ റൂട്ട് ഓഫ് 25. അതായത് എത്ര വരും? 5 യൂണിറ്റ്സ് വരും. അതായത് എത്ര വരും? 5 യൂണിറ്റ്സ് വരും. മനസ്സിലായോ? അപ്പൊ ഇതിലെന്താ ചെയ്തത്? നമ്മൾ രണ്ടിൽ നിന്നും x1ഉം x2ഉം y1ഉം y2ഉം കണ്ടുപിടിച്ചു, നേരിട്ട് ഇക്വേഷനിൽ കൊടുത്തു. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിലത്തെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്തു നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്തു നോക്കുമ്പോൾ എന്ത് കിട്ടും? ഇവിടുത്തെ x1 എത്രയാണ്? ഇവിടുത്തെ x1 -1 ആണ്, x2 0 ആണ്, y1 2 ആണ്, y2 -6 ആണ്. അത് ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? mn എന്നുള്ള ഡിസ്റ്റൻസ് കാണാൻ പറ്റും. നമുക്ക് അടുത്ത അപ്പൊ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് എന്നുള്ള ആ ഒരു ടോപ്പിക് കഴിഞ്ഞു. ഇനി അടുത്ത ടോപ്പിക് ആണ് സെക്ഷൻ ഫോർമുല. അതിൽ നമുക്ക് സെക്ഷൻ ഫോർമുലയിൽ 2 എണ്ണം പഠിക്കാനുണ്ട്. അതിൽ ഒന്നാണ് ഇന്റേണൽ ഡിവിഷൻ, അടുത്തതാണ് എക്സ്റ്റേണൽ ഡിവിഷൻ. ഇന്റേണൽ ഡിവിഷൻ പറയുകയാണെങ്കിൽ നോക്കിയേ, coordinates of the point dividing the line segment joining the points x1 y1 and x2 y2 internally in the ratio m1:m2 are. അതായത് നമുക്കിപ്പോ ഇവിടെ ഒരു ലൈൻ ഉണ്ട്, 2 പോയിന്റ്സ് ഉണ്ട്, 2 പോയിന്റ്സ് ഉള്ള ഒരു ലൈൻ ഉണ്ട്. ഈ പോയിന്റ് ആണ് x1 y1 എന്നുള്ളത്. ഈ പോയിന്റ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? x1 y1 എന്ന് പറയുന്നത്. ഈ പോയിന്റ് ആണ് x1 y1 എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് എന്തുണ്ട്? ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് ആണ് x2 y2. ഈ ഒരു ലൈനിനെ നമ്മൾ m1:m2 എന്നുള്ള റേഷ്യോയിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്റേണലി ഇതിന്റെ ഉള്ളിലായിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ, ഇതിന്റെ ഉള്ളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? m1 m2 എന്നുള്ള റേഷ്യോയിൽ നമ്മൾ ഇവരിനെ കട്ട് ചെയ്യാണ്. അങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് നമ്മൾ പാർന്ന് എന്തെങ്കിലും കൊടുത്തു എന്ന് വിചാരിക്കുക. ആ ഒരു പോയിന്റിന് കോർഡിനേറ്റ്സ് ഉണ്ടാവും. എന്തുണ്ടാവും? xy ഉണ്ടാവില്ല, x, y ഉണ്ടായിരിക്കും. ആ x, y എന്ന് പറയുന്നത് ആരായിരിക്കും എന്നാ പറയുന്നത്? അത് കാണാനുള്ള ഇക്വേഷൻ ആണ് m1x2 പ്ലസ് m2x1 ബൈ m1 പ്ലസ് m2. അതേപോലെ y കോർഡിനേറ്റ്സ് ആണ് m1y2 പ്ലസ് m2y1 ബൈ m1 പ്ലസ് m2. ഒന്നുകൂടെ പറയാം, നമുക്കിപ്പോ ഒരു ലൈൻ ഉണ്ട്, ആ ലൈനിന്റെ കോർഡിനേറ്റ്സ് ആണ് x1ഉം y1ഉം x2ഉം y2. ഈ ഒരു പോയിന്റ് ആണ് x1 y1, ഈ ഒരു പോയിന്റ് ആണ് x2 y2 എന്ന് വിചാരിക്കുക. ആ ഒരു ലൈൻ നമ്മൾ കട്ട് ചെയ്യാണ്. ഏത് റേഷ്യോയില്? m1:m2 എന്നുള്ള റേഷ്യോയിൽ കട്ട് ചെയ്യാണ് വെച്ചെങ്കിൽ ഈ കട്ട് ചെയ്ത പോയിന്റിന്റെ വാല്യൂസ് അവർക്കും എക്സും വൈയും ഉണ്ടായിരിക്കും അല്ലെ. ഇവരുടെ എക്സ് ആണ് m1x2 പ്ലസ് m2x1 ബൈ m1 ബൈ m2 എന്നും വൈന്റെ കോർഡിനേറ്റ്സ് ആണ് m1y2 പ്ലസ് m2y1 ബൈ m1 പ്ലസ് m2 എന്ന് പറയുന്നത്. ഇതിൽ നോക്കിക്കേ, m1 എന്ന് പറയുന്നത് ആരാണ്? ഫസ്റ്റ് റേഷ്യോ. m2 എന്ന് പറയുന്നത് സെക്കൻഡ് റേഷ്യോ. x2 എന്ന് പറയുന്നത് സെക്കൻഡ് പോയിന്റിന്റെ x കോർഡിനേറ്റ്. x1 എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റിന്റെ x കോർഡിനേറ്റ്. ഇനി y വരുമ്പോൾ ഈ x2 x1 ഉള്ളിടത്തൊക്കെ എന്താവും? y2 y1 ആയിട്ട് റീപ്ലേസ് ചെയ്യും. ഇതാണ് നമ്മുടെ ഇന്റേണൽ ഡിവിഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു നമ്മളിപ്പോ എന്താ പറഞ്ഞത്? m1:m2 റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് അല്ലെ. m1:m2 റേഷ്യോയിൽ കട്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അത് നമുക്കറിയില്ല, എത്ര വേണമെങ്കിലും ആവാം. 1:2 ആവാം, 2:3 ആവാം, 1:3 ആവാം, അങ്ങനെ എന്തും ആവാം അല്ലെ. പകുതിയായിട്ടാണ് കട്ട് ചെയ്യണത്. ഇവര് മിഡ് പോയിന്റ് ആണെങ്കിൽ m1:m2 എന്തായിരിക്കും? 1 ആയിരിക്കില്ലേ? പകുതി എന്ന് പറഞ്ഞാൽ എന്താ? കറക്റ്റ് പകുതി ആകുമ്പോൾ എന്തായിരിക്കും? m1ഉം m2 ഈക്വൽ ആയിരിക്കും. എത്രയായിരിക്കും? 1 ആയിരിക്കും അല്ലെ. അതായത് അവരുടെ റേഷ്യോ എന്തായിരിക്കും? 1:1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവരെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാ പറയുന്നത്? x1 പ്ലസ് x2 ബൈ 2 y1 പ്ലസ് y2 ബൈ 2. ഇവിടെ എന്തിന്റെ ആവശ്യമില്ല, റേഷ്യോക്ക് m1 m2 കൊടുത്താൽ എന്തെന്നെ കിട്ടും? അപ്പൊ റേഷ്യോന്റെ സ്ഥാനത്ത് m1ന്റെ ഭാഗത്ത് 1ഉം m2ന്റെ ഭാഗത്ത് 1 കൊടുത്താൽ എന്തെന്നെ കിട്ടുക? ഈ ഒരു ഇക്വേഷൻ കിട്ടും എന്നാണ് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെയാണ് എക്സ്റ്റേണൽ ഡിവിഷൻ പറയുന്നത്. നേരത്തെ നമ്മൾ എന്താ ചെയ്ത? ആ ലൈനിന്റെ ഉള്ളിലാണ് നമ്മൾ m1:m2 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തത്. ഇനി ഈ ലൈനിന്റെ പുറത്താണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, m1:m2 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ സിമ്പിൾ ആണ്. നേരത്തെ ഇന്റേണൽ ഡിവിഷന്റെ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ പ്ലസ് ഉള്ളതൊക്കെ എന്താക്കി കഴിഞ്ഞാൽ മതി? മൈനസ് ആക്കി കൊടുത്താൽ മതി. ഇവിടെ എന്താ ചെയ്താൽ മതി? m1x2 മൈനസ് m2x1 ബൈ m1 മൈനസ് m2, അതേപോലെ m1y2 മൈനസ് m2y1 ബൈ m1 മൈനസ് m2 ആണ്. മനസ്സിലായോ? അതായത് ഇന്റേണലി ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ പ്ലസ് ആയിരുന്നു അല്ലെ. എക്സ്റ്റേണലി ആണ് ഡിവൈഡ് ചെയ്യുന്നത് എന്താവും? ഇവിടെയൊക്കെ മൈനസ് ആയിട്ട് മാറും. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യാം. Find the coordinate of the points which divide the line segment joining the points 4, -2, -3, 5 internally, externally. അപ്പൊ ആദ്യം നമുക്ക് എന്ത് കാണണം? ഇന്റേണലി കാണണം. ഇന്റേണലി ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇന്റേണലി നമുക്ക് കാണണമെങ്കിൽ ആദ്യം നമുക്ക് എഴുതാം. x1 ഇവിടെ എത്രയാണ്? 4 ആണ്. y1 ഇവിടെ എത്രയാണ്?
എത്രയാണ്? മൈനസ് y1 -2 ആണ് അല്ലെ. ഇനി x2 എത്രയാണ്? x2 -3 ആണ്. y2 എത്രയാണ്? y2 = 5 ആണ് അല്ലെ. ഇനി m1 എത്രയാണെന്നാ തന്നുള്ളത്? m1 എത്രയാണ് തന്നുള്ളത്? 2 ആണ്. m2 എത്രയാണ് തന്നുള്ളത്? 3 ആണ് തന്നുള്ളത്. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താടാ? ഇക്വേഷൻ എന്താ? m1 x1 plus m2 x2 by m1 plus m2 കോമ m1 y1 അല്ല m1 x2 പ്ലസ് ആണ് അല്ലെ. m1 x2 പ്ലസ് m2 x1. അപ്പൊ m1 y2 പ്ലസ് m2 y1 ബൈ m1 പ്ലസ് m2. അപ്പൊ എന്ത് വരും? ഇവിടെ എന്ത് വരും ചെയ്യുമ്പോ? m1 എത്രയാ? m1 2 ഇൻറ്റു x2 എത്രയാ? x2 വരുന്നത് -3 പ്ലസ് m2 3 ഇൻറ്റു x1 എത്രയാ വരുന്നത്? 4 ബൈ m1 പ്ലസ് m2 എത്രയാ? 2 പ്ലസ് 3 കോമ അടുത്ത് എന്ത് വരും? 2 ഇൻറ്റു y2 വരുന്നത് 5 പ്ലസ് 3 ഇൻറ്റു y1 വരുന്നത് -2 ബൈ 2 പ്ലസ് 3. അപ്പൊ എന്ത് വരും? ഈക്വൽ ടു 2 ഇൻറ്റു -3 -6 പ്ലസ് 3 ഇൻറ്റു 4 12 ബൈ 5ഉം ഇവിടെ എന്ത് വരും? 2 ഇൻറ്റു 5 10 പ്ലസ് 3 ഇൻറ്റു -2 -6 ബൈ 5ഉം വരും. അതായത് എന്ത് കിട്ടും? -6 പ്ലസ് 12 6 ബൈ 5ഉം 10 - 6 വരുമ്പോൾ 4 ബൈ 5. ഇതാണ് ഇന്റേണൽ ഡിവിഷന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഇന്റേണലി ഡിവൈഡ് ചെയ്യുമ്പോൾ. എക്സ്റ്റേണലി ആണെങ്കിലോ? എക്സ്റ്റേണലി ആവുമ്പോൾ എങ്ങനെ കിട്ടേണ്ടത് നമുക്ക്? m1 x2 മൈനസ് m2 x1 ബൈ m1 മൈനസ് m2 കോമ m1 y2 മൈനസ് m2 y1 ബൈ m1 മൈനസ് m2 അല്ലെ. അതായത് 2 ഇൻറ്റു -3 -3 ഇൻറ്റു 4 ബൈ 2 -3 കോമ 2 ഇൻറ്റു 5 -3 ഇൻറ്റു -2 ബൈ 2 -3. അതായത് എത്ര കിട്ടും? 2 ഇൻറ്റു -3 -6 -12 ബൈ -1. അതേപോലെ ഇവിടെ 10 പ്ലസ് 6 ബൈ -1. അപ്പൊ എന്ത് വരും? -6 -12 എന്ത് വരും? -18 ബൈ -1ഉം 10 പ്ലസ് 6 16 ബൈ -1ഉം. അതായത് എന്ത് കിട്ടി? കോർഡിനേറ്റ്സ് എന്ത് കിട്ടി? 18. കോർഡിനേറ്റ്സ് എന്ത് കിട്ടി? 18 -16 കിട്ടി. അപ്പൊ ഇന്റേണൽ ഡിവിഷനും എക്സ്റ്റേണൽ ഡിവിഷനും മനസ്സിലായോ? ഇന്റേണൽ ഡിവിഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റത്തെ m1 x2 plus m2 x1 by m1 plus m2 m1 y2 plus m2 y1 by m1 plus m2 എന്നുള്ള ഇക്വേഷനും നമ്മൾ എക്സ്റ്റേണൽ ഡിവിഷൻ ആണെങ്കിൽ m1 x2 minus m2 x1 by m1 minus m2 m1 y2 minus m2 y1 by m1 minus m2 എന്നുള്ള ഇക്വേഷനും നമ്മൾ കൊടുത്താൽ മതി. കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? രണ്ട് കോർഡിനേറ്റ്സ് കിട്ടും. ഇന്റേണലി ഡിവൈഡ് ചെയ്ത കോർഡിനേറ്റ്സും കിട്ടും, എക്സ്റ്റേണലി ഡിവൈഡ് ചെയ്ത കോർഡിനേറ്റ്സും കിട്ടും. ക്ലിയർ ആയോ? ഇനി അടുത്ത ടോപ്പിക് ആണ് നമ്മുടെ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. അടുത്ത ടോപ്പിക് ആണ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. അതായത് നമുക്കൊരു ട്രയാങ്കിളിന് എത്ര സൈഡ്സ് ആണുള്ളത്? 3 സൈഡ്സ് ആണ് ഉള്ളത്. ഈ 3 സൈഡ്സ് എന്ന് പറയുമ്പോൾ എത്ര കോർണേഴ്സ് ഉണ്ടായിരിക്കും? 3 കോർണേഴ്സ് ഉണ്ടായിരിക്കും. അതായത് 3 കോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കും അല്ലെ. ട്രയാങ്കിളിന്റെ കോർഡിനേറ്റ്സ് ആണ് എയും ബിയും സിയും എന്ന് വിചാരിക്കുക. അതായത് x1 y1 x2 y2 x3 y3 അങ്ങനെ 3 കോർഡിനേറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ആണ് 1/2 ഡിറ്റർമിനന്റ് ഓഫ് x1 y1 1 x2 y2 1 x3 y3 1 എന്നുള്ളത്. നമുക്കറിയാം ഡിറ്റർമിനന്റ് കാണാൻ നമുക്കറിയാം അല്ലെ. ഡിറ്റർമിനന്റ് കാണുമ്പോൾ നമ്മൾ എങ്ങനെ കാണാം? 1/2 അവിടെ നിർത്തുക. ഡിറ്റർമിനന്റ് കാണാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യുക? x1നെ നമ്മൾ എടുത്തു. x1നെ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ആരാ ഉണ്ടാവുക? y2. ഇത് രണ്ടും കൂടി ക്രോസ് ചെയ്യണം അല്ലെ. ഇവർ രണ്ടാളും കൂടി ക്രോസ് ചെയ്യണം. y2 മൈനസ് y3 മൈനസ് y1 ഇൻറ്റു y1 എടുക്കുമ്പോൾ x2 മൈനസ് x3 പ്ലസ് 1 ഇൻറ്റു x2 y
3 മൈനസ് ആര് വരും x2y3 മൈനസ് x3y2. ഇതാണ് നമ്മുടെ ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ എന്താണ് നമ്മൾ ഇവിടെ എന്താ ചെയ്തത്? ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ABC എന്താണ്? 1/2 ഡിറ്റർമിനന്റ്. ആദ്യത്തെ കോർഡിനേറ്റ്സ് ആരൊക്കെ? x1 എക്സിന്റെ കോർഡിനേറ്റ്, വൈന്റെ കോർഡിനേറ്റ്. അടുത്തത് എക്സിന്റെ കോർഡിനേറ്റ്, വൈന്റെ കോർഡിനേറ്റ്, എക്സിന്റെ കോർഡിനേറ്റ്, വൈന്റെ കോർഡിനേറ്റ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിറ്റർമിനന്റ് കാണണമെങ്കിൽ അവർ എന്ത് മെട്രിക്സ് ആയിരിക്കണം? സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു? ഇവിടെയൊക്കെ 1 1 കൊടുത്തു. എന്നിട്ട് ചെയ്യാം. ഇനി നമുക്കൊരു ഇക്വേഷനിലൂടെ ചെയ്ത് find the area of the triangle whose vertices are A 3 4 B 6 minus 2 and C minus 4 minus 5. അതാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഇവിടെ 3 കോർഡിനേറ്റ്സ് ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ആരെ കാണേണ്ടത്? ഇവിടെ നമുക്ക് ആരെ കാണണം? ഏരിയ കാണാം അല്ലെ? ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഏരിയയുടെ ഇക്വേഷൻ എന്താ? 1/2. ഇവിടെ ഫസ്റ്റത്തെ എക്സ് ആരാ? x1 3, y1 ആരാ? 4. അടുത്ത് x2 ആരാ? 6, y2 ആരാ? -2. ഇനി x3 ആരാ? -4, y3 ആരാ? -5. ഇനി ബാക്കിയുള്ളടത്ത് നമ്മൾ എന്ത് ചെയ്യാ? 1 1 1 ഇട്ട് കൊടുക്കാം. ഇനി ഇവരുടെ എന്ത് കാണാം? നമ്മള് ഡിറ്റർമിനന്റ് കാണാം. 1/2 ഇൻറ്റു ആദ്യം ആരാ? 3 ഇൻറ്റു -2 ഇൻറ്റു 1 -2 മൈനസ് ഇൻറ്റു 1 -5 ആണ്. അപ്പൊ അതെന്തായി? +5 ആയി. -4 ഇൻറ്റു ആരാ? 6 ഇൻറ്റു 1 6 മൈനസ് -4 ഇൻറ്റു 1 എന്താവും? അതും ഈ മൈനസും കൂടി +4 ആയി. പ്ലസ് 1 ഇൻറ്റു ആരാ? 1 ഇൻറ്റു 6 ഇൻറ്റു -5 -30 -4 ഇൻറ്റു -2 8. ഇങ്ങനെ കിട്ടി. ഇനി ഇവരെ ചെയ്യുമ്പോ എങ്ങനെ കിട്ടും? 1/2 ഇൻറ്റു 3 അവിടെ നിർത്തി. 3 ഇൻറ്റു -2 + 5 എന്തായി? 3 അല്ലെ? -4 ഇൻറ്റു 6 + 4 എന്തായി? 10 പ്ലസ് 1 അവിടെ നിർത്തി. -30 -8 എന്തായി? -38 ആയി. അപ്പൊ എങ്ങനെ വരും? 1/2 ഇൻറ്റു 3 ഇൻറ്റു 3 9 -4 ഇൻറ്റു 10 40 പ്ലസ് -38. ഇത് ചെയ്താൽ എന്ത് കിട്ടും? 1/2 ഇൻറ്റു 9 -40 -38 അല്ലെ? 9 - 40 ചെയ്ത -32 കിട്ടും അല്ലെ? -32 -38. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? എന്ത് കിട്ടും? -8 ഉം 2 ഉം 10 മൈനസ് ആ 40 മൈനസ് 9 എന്താ കിട്ടുക? 31 ആണ് കിട്ടുക. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -69 കിട്ടും. -69/2 കിട്ടും. ഏരിയ എപ്പോഴും എന്താണ് വരുള്ളൂ? നെഗറ്റീവ് വരുമോ? ഇല്ല, പോസിറ്റീവ് വരുള്ളൂ. അതെന്ത് കിട്ടും? നമുക്ക് ആൻസർ 69/2 സ്ക്വയർ സെന്റിമീറ്റർ കിട്ടും. ഇതാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഹൂസ് വെർട്ടിസസ് ആർ A 3 4 B 6 -2 ആൻഡ് C -4 -5. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഇക്വേഷൻ എന്താ? 1/2. ഡിറ്റർമിനന്റ് ഉള്ളിൽ ആര് വരും? ആദ്യത്തെ x1 ഉം y1 ഉം പിന്നെ x2 ഉം y2 ഉം പിന്നെ x3 ഉം y3 ഉം ബാക്കിയുള്ളടത്ത് 1 ഇട്ട് കൊടുത്തു. ഇനി അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂസ് കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 69/2 എന്ന് കിട്ടും. 69/2 എന്ന് കിട്ടും. ഇനി അടുത്താണ് കണ്ടീഷൻ ഫോർ കൊലീനിയറിറ്റി ഓഫ് 3 പോയിന്റ്സ്. അതായത് ഒരു 3 പോയിന്റ്സ് തന്നു കഴിഞ്ഞാൽ ആ 3 പോയിന്റ്സ് കൊലീനിയർ ആണോ? എന്താ ഈ കൊലീനിയറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കൊലീനിയറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 പോയിന്റ്സും ഒരേ ലൈനിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? കൊലീനിയർ എന്ന് പറയാ. 3 തന്നിരിക്കുന്ന പോയിന്റ്സ് എല്ലാതും ഒരേ ലൈനിലാണെങ്കിൽ അവരെയാണ് നമ്മൾ കൊലീനിയർ എന്ന് പറയാ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് 3 പോയിന്റ്സ് ഉണ്ട്, A B C. അതായത് x1 y1 x2 y2 x3 y3. ഇവർ ഒരേ പോയിന്റ്സിലാണെങ്കിൽ ഇവരെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവര് ഒരേ ലൈനിലാണെങ്കിൽ ഇവരെ ഡിറ്റർമിനന്റ് എന്തായി മാറണം? 0 ആണ്. 0 ആയി മാറണം. ഇതാണ് എന്തിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്? കൊലീനിയാരിറ്റിയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് ഇത് 0 അല്ലെങ്കിൽ ഇവർക്ക് എന്തുണ്ടായിരിക്കും? ഒരു ഏരിയ ഉണ്ടായിരിക്കും. ഏരിയ ഉണ്ടാവണമെങ്കിൽ അതെന്തായിരിക്കണം? ഒരു ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കണം. അതൊരിക്കലും എന്തായിട്ട് മാറില്ല? ലൈനായിട്ട് മാറില്ല. അതുകൊണ്ട് കൊലീനിയർ ആണെങ്കിൽ അതെന്താവണം? കൊലീനിയർ ആവണമെങ്കിൽ എന്താവണം? അവരുടെ ഈ പോയിന്റ്സ് കൊലീനിയർ ആവണമെങ്കിൽ എന്താവണം? അവരുടെ ഈ ഒരു ഡിറ്റർമിനന്റ് എന്തായിരിക്കണം? ഈക്വൽ ടു 0 ആയിട്ട് മാറണം. കൊലീനിയർ ആവണമെങ്കിൽ അവര് ഈ ഒരു ഡിറ്റർമിനന്റ് കാണുമ്പോൾ എന്തായിരിക്കണം? 0 ആയിട്ട് മാറണം.
ഒരു ഇക്വേഷൻ ഒരു ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെ പോയിന്റ്സ് തന്നിട്ടുള്ളത്? നമുക്ക് 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഇവർ കൊലീനിയർ ആണോ എന്ന് എങ്ങനെ തെളിയിക്കുക? ഇവരെ ഡിറ്റർമിനന്റ് കണ്ടാൽ മതി അല്ലെ. അതായത് -1, -1, 5, 7, 8, 11. ബാക്കിയുള്ളടത്ത് എന്തിടണം? 1, 1, 1 നടണം. ഇത് 0 ആണോ എന്ന് തെളിയിച്ചാൽ മതി. ഇത് കാണുമ്പോ എങ്ങനെ കാണാം? -1 എടുത്തു, ബാക്കി ആരാ? ഈ രണ്ടെണ്ണത്തിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. 7 into 1 എന്താ? 7 മൈനസ് 11 into 1 എത്രയാ? 11 പ്ലസ് -1 എടുത്തു, -1 എടുക്കുമ്പോ ആരൊക്കെ എടുക്കുക? 5 into 1 5 മൈനസ് 8 into 1 8 പ്ലസ് ഇവിടെ പ്ലസ് അല്ല വരാ, ഇവിടെ മൈനസ് ആണ് വരാ. പ്ലസ് ആരാ വരാ? 1 into 5 into 11 55 മൈനസ് 8 into 7 56 അല്ലെ. അതായത് നമ്മൾ എന്താ ചെയ്ത്? -1 എടുക്കുമ്പോ ഇത് രണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. -1 into 11. -1 എടുക്കുമ്പോ എന്ത് ചെയ്യുക? -1 എടുക്കുമ്പോ എന്ത് ചെയ്യുക? -1 എടുക്കുമ്പോ ആരൊക്കെയാണ്? ഈ 5നെയും 1നെയും മൾട്ടിപ്ലൈ ചെയ്യുക, 8നെയും 1നെയും മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ടും കൂടി മൈനസ് ചെയ്യുക. ഇനി അടുത്തത് ഈ 1 എടുക്കുമ്പോഴോ ഈ 5നെയും 11നെയും മൾട്ടിപ്ലൈ ചെയ്യുക, -8 into 7 അല്ലെ. അപ്പൊ ഇനി എന്ത് വരും? -1 അങ്ങനെ നിർത്തി. 7 മൈനസ് 11 എന്താ വരുന്നത്? 7 മൈനസ് 11 എന്താ? -4 -1 ഉണ്ട്, അതിന് നമുക്ക് എന്താക്കി? പ്ലസ് ആക്കി. 1 into 5 മൈനസ് 8 എന്ന് പറയുമ്പോ -3 പ്ലസ് 1 അങ്ങനെ നിന്നു. ബാക്കി 55 മൈനസ് 56 എന്താ? -1. അപ്പൊ എന്ത് കിട്ടി? -1 into 4 4 -3 -1 4 minus 3 എന്താ? 4 minus 3 1 -1 equal to 0. അപ്പൊ ഇതെന്താണ്? കൊലീനിയർ ആണ്. ഈ 3 പോയിന്റ്സ് എന്താണ്? കൊലീനിയർ ആണ്. ഒന്നുകൂടി നോക്കുക. നമുക്ക് എന്താ ഉള്ളത്? ഈ 3 പോയിന്റ്സ് തന്നിട്ട് കൊലീനിയർ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൊലീനിയർ ആണോ എന്ന് തെളിയിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവരുടെ ഡിറ്റർമിനൻസ് ഈക്വൽ ടു 0 ആണ് എന്ന് തെളിയിച്ചാൽ മതി. അപ്പൊ ഇവരുടെ ഡിറ്റർമിനന്റ് കാണാൻ നമ്മൾ എന്ത് ചെയ്യുക? ഇവരുടെ x1 y1 x2 y2 x3 y3 നമ്മൾ എടുത്തു. ബാക്കിയുള്ള പോർഷനിൽ നമ്മൾ എന്തിട്ടു? 1 ഇട്ട് കൊടുത്തു അല്ലെ. ഇവരുടെ ഡിറ്റർമിനന്റ് കാണുമ്പോൾ എങ്ങനെയാ? ഈ -1 എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ -1 ഉള്ള കോളവും റോയും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സബ്സ്ട്രാക്ട് ചെയ്യണം. മൈനസ് അടുത്ത നമ്പർ എടുത്തു, -1 എടുത്തു. ഇനി എന്ത് ചെയ്യുക? അത് ഒഴിവാക്കി കഴിഞ്ഞാൽ 5 into 1 മൈനസ് 8 into 1 ചെയ്യുക. പ്ലസ് 1 into 5 into 11 55 മൈനസ് 8 into 7 56. അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടി? 0 കിട്ടി. അതിന്റെ അർത്ഥം എന്താ? ഇവർ മൂന്നാളും കൊലീനിയർ ആണ്. ഇനി അടുത്തതാണ് ഇൻക്ലിനേഷൻ ആൻഡ് എ സ്ലോപ്പ് ഓഫ് ലൈൻ. ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? The inclination of the given line is represented by the measure of angle made by the line with the positive direction of x-axis measured in anti-clockwise direction. അതായത് ഒരു ലൈനിന്റെ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ് എന്ന് പറയുക. ഇതിന്റെ ഇൻക്ലിനേഷൻ നമ്മളിപ്പോ ഈ ഒരു ലൈൻ വരച്ചു. ഈ ലൈനിന്റെ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതായത് ഈ ഒരു ലൈന് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട്, ആന്റി ക്ലോക്ക് വൈസ് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിളിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ ഒരു ആംഗിള് നമ്മൾ തീറ്റ ആണെന്ന് വിചാരിച്ചു. ഈ ഒരു ആംഗിള് നമ്മൾ തീറ്റ ആക്കി കൊടുത്തു എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇവര് സ്ലോപ്പിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എം എന്നാണ്. അങ്ങനെയാണെങ്കിൽ എം ഈക്വൽ ടു എന്താണ്? സ്ലോപ്പ് എന്ന് പറയുന്നത് എം ഈക്വൽ ടു എന്താണ്? ടാൻ തീറ്റ കണ്ടാൽ മതി. സ്ലോപ്പ് ഈക്വൽ ടു എം ഈക്വൽ ടു ടാൻ തീറ്റ ആണ്. സ്ലോപ്പ് ഈക്വൽ ടു എം ഈക്വൽ ടു എന്താണ്? ടാൻ തീറ്റ ആണ്. അപ്പൊ സ്ലോപ്പ് ഈക്വൽ ടു എം ഈക്വൽ ടു എന്താന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ. ഇൻക്ലിനേഷൻ തീറ്റ ആണെങ്കിൽ അവരെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മൾ എം എന്നാണ് ഡിനോട്ട് ചെയ്യുക. അതായത് ഈക്വൽ ടു ടാൻ തീറ്റ കിട്ടും. ഓക്കെ, നോക്കിക്കേ. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ വിച്ച് മേക്സ് ആൻ ആംഗിൾ ഓഫ് 30 വിത്ത് ദ നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. നമ്മളോട് എന്താ പറഞ്ഞുള്ളത്? പോസിറ്റീവ് ഡയറക്ഷൻ ആണെങ്കിലാണ് നമ്മുടെ ഇക്വേഷൻ എന്താ വരിക? എം ഈക്വൽ ടു ടാൻ തീറ്റ എന്നാണ് വരിക.
നമുക്ക് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? അവരെന്താ പറഞ്ഞിട്ടുള്ളത്? നെഗറ്റീവ് ഡിറക്ഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കിക്കേ, നെഗറ്റീവ് ഡിറക്ഷൻ ആണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ 30 ഡിഗ്രി ആണ്. 30 ഡിഗ്രി നെഗറ്റീവ് ഡിറക്ഷനിലാണെങ്കിൽ ബാക്കി എന്തായിരിക്കും? ബാക്കി നമുക്ക് കണ്ടുകൂടെ? ഇതെന്തായിരിക്കും? 180 മൈനസ് 30 ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താ കൊടുക്കണ്ടേ? തീറ്റയ്ക്ക് പകരം തീറ്റയ്ക്ക് എന്ത് കൊടുക്കാം? തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കുക? ടാൻ 180 മൈനസ് തീറ്റ. അതായത് ഇവിടുത്തെ നെഗറ്റീവ് ഡിറക്ഷനിലാണ് അവർ 30 ഡിഗ്രി ഉണ്ടാക്കുന്നത്. പോസിറ്റീവ് ഡിറക്ഷനിൽ എത്രയാണ് ഉണ്ടാക്കുന്നത്? 180 മൈനസ് 30 ഡിഗ്രി ആണ്. 180 മൈനസ് തീറ്റയാണ് ഉണ്ടാക്കുക. അതായത് ഇവിടുത്തെ തീറ്റ എത്രയാണ്? ഇവിടെ നമുക്ക് തീറ്റ എത്ര നെഗറ്റീവ് ഡിറക്ഷനിലുള്ളത് എത്രയാ പറഞ്ഞിട്ടുള്ളത്? നെഗറ്റീവ് ഡിറക്ഷനിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത് 30 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? തീറ്റയ്ക്ക് 30 കൊടുക്കാം. 180 മൈനസ് 30. അപ്പൊ എന്ത് കിട്ടും? ടാൻ 180 മൈനസ് 30 എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് ടാൻ 30 ആണ്. എത്രയാണ്? മൈനസ് ടാൻ 30 ആണ്. ഈ മൈനസ് ടാൻ 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൈനസ് ടാൻ 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൈനസ് ടാൻ 30 എന്ന് പറഞ്ഞാൽ എത്രയാ? ഈക്വൽ ടു മൈനസ് അവിടെ തന്നെ ഉണ്ട്. ടാൻ 30 എന്ന് പറഞ്ഞാൽ ടാൻ 30 എന്ന് പറഞ്ഞാൽ എത്ര? ടാൻ 30 പറഞ്ഞാൽ 1/√3 ആണ്. അപ്പൊ എത്ര കിട്ടുക? മൈനസ് 1/√3. അപ്പൊ എന്താ ചെയ്തേ? നമ്മളിവിടെ ആംഗിൾ 30 വിത്ത് ദ നെഗറ്റീവ് ഡിറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിത്ത് ദ നെഗറ്റീവ് ഡിറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആംഗിൾ പറഞ്ഞത് എത്രയാണ്? 30 ഡിഗ്രി ആണ്. ആംഗിൾ എത്രയാണ്? നെഗറ്റീവ് ഡിറക്ഷനിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ പോസിറ്റീവ് ഡിറക്ഷനിൽ എത്രയായിരിക്കും? 180 മൈനസ് തീറ്റ ആയിരിക്കും. അതായത് 180 മൈനസ് 30 ആണ്. അപ്പൊ അതിനെ നമ്മൾ എന്താക്കി ചെയ്യാം? നമുക്ക് മൈനസ് ടാൻ 30 എന്ന് എഴുതാൻ പറ്റും. അതായത് എത്രയാണ്? മൈനസ് 1/√3 ആണ്. ക്ലിയർ ആണോ? ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് സ്ലോപ്പ് ഓഫ് എ ലൈൻ ജോയിനിങ് ടു ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ്. രണ്ട് ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സ്ലോപ്പ് ആണ് പറയുന്നത്. നോക്കിയേ, ഇവിടെ രണ്ട് പോയിന്റ്സ് ഉണ്ട്. അതാണ് എയും ബിയും. ഈ എയും ബിയും ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന സ്ലോപ്പ് ആണ് ഇതാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ആ സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ ആണ് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അതായത് രണ്ട് പോയിന്റ്സ് ഉണ്ടാവില്ല. ആ രണ്ട് പോയിന്റ്സിന് എന്തുണ്ടായിരിക്കും? കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ്സും ഉണ്ടായിരിക്കും, y കോർഡിനേറ്റ്സും ഉണ്ടായിരിക്കും. അതിന്റെ y കോർഡിനേറ്റ്സിന്റെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ എക്സ് കോർഡിനേറ്റ്സിന്റെ ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നോക്കിക്കേ, ഇവിടെ സ്ലോപ്പ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ എന്തുണ്ട്? ഇവിടുത്തെ x1 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. y1 എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. ഇനി x2 എന്ന് പറയുന്നത് 4 ആണ്. y2 എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സ്ലോപ്പ് എങ്ങനെ കാണുക? സ്ലോപ്പ് എന്താണ്? y കോർഡിനേറ്റ്സിന്റെ ഡിഫറൻസ് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ എക്സ് കോർഡിനേറ്റ്സിന്റെ ഡിഫറൻസ്, അതായത് x2 മൈനസ് x1. അതായത് എത്ര കിട്ടുക? y2 എത്രയാണ്? y2 എത്രയാ? 10. y1 എത്രയാണ്? 3. 10 മൈനസ് 3 ഡിവൈഡഡ് ബൈ x2 എത്രയാണ്? 4 മൈനസ് x1 എത്രയാണ്? 6. അപ്പൊ 10 മൈനസ് 3 എത്രയാ? 7. 4 മൈനസ് 6 എത്ര കിട്ടും? -2. അപ്പൊ എത്രയാണ് സ്ലോപ്പ് കിട്ടുക? -7/2 ആണ് നമ്മുടെ സ്ലോപ്പ് വരുന്നത്. മനസ്സിലായോ? അപ്പൊ രണ്ട് ഡിസ്റ്റിങ്ക്ട് പോയിന്റ് തമ്മിലുള്ള സ്ലോപ്പ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? അവരുടെ y കോർഡിനേറ്റ്സിന്റെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ എക്സ് കോർഡിനേറ്റ്സിന്റെ ഡിഫറൻസ് കണ്ടാൽ മതി. ഇനി ആംഗിൾ തന്നിരിക്കുന്നതെന്നുണ്ട് വെച്ചാൽ പോസിറ്റീവ് ഡയറക്ഷനിലാണെങ്കിൽ നേരിട്ട് ടാൻ തീറ്റ കണ്ടാൽ മതി. ഇനി നെഗറ്റീവ് ഡയറക്ഷനിലാണെങ്കിൽ ടാൻ 180 മൈനസ് തീറ്റ കണ്ടാൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് കണ്ടീഷൻ ഫോർ പാരലലിസം ആൻഡ് പെർപെൻഡിക്കുലാരിറ്റി ഓഫ് ലൈൻ ആണ്. എന്താണ് പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പാരലൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ രണ്ട് ലൈന് എന്ത് ചെയ്യാണ്? ഒരിക്കലും കൂട്ടിമുട്ടാതെ ഒരേപോലെ പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാരലൽ ലൈൻസ് എന്ന് പറയുന്നത് അല്ലെ. ഒരിക്കലും കൂട്ടിമുട്ടാണ്ട് പോകുന്ന, ഒരേ ഡിസ്റ്റൻസിൽ പോകുന്ന രണ്ട് ലൈൻസിനെയാണ് നമ്മൾ പാരലൽ എന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് ലൈൻസ് പാരലൽ ആവുകയാണെങ്കിൽ, രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ അവരുടെ സ്ലോപ്പ്, ഒന്നിന്റെ സ്ലോപ്പ് m1. അപ്പൊ നമുക്ക് രണ്ട് ലൈൻസ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഒരു ലൈന് m1 എന്ന് പറഞ്ഞിട്ട് ഒരു ലൈൻ ഉണ്ട്, L1 എന്ന് പറഞ്ഞിട്ട് ഒരു ലൈൻ ഉണ്ട്, അതേപോലെ അടുത്ത ലൈനാണ് L2. ഈ രണ്ട് ലൈനും പാരലൽ ആണോ എന്ന് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ആദ്യം നമ്മൾ L1ന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക, അതാണ് m1. L2ന്റെ സ്ലോപ്പും കണ്ടുപിടിക്കുക, അതാണ് m2. ഈ m1ഉം m2ഉം ഈക്വൽ ആണെങ്കിൽ അതിന്റെ അർത്ഥം ഇവർ രണ്ടാളും പാരലൽ ആണ്. അതിന്റെ അർത്ഥം എന്താണ്? ഇവർ രണ്ടാളും പാരലൽ ആണ്. അതായത് എന്താ പറഞ്ഞേ? നമുക്ക് രണ്ട് ലൈൻസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഒരു ലൈനിന്റെ സ്ലോപ്പ് m1 ആണ്, അടുത്ത ലൈനിന്റെ സ്ലോപ്പ് m2 ആണ്. ഇതിന്റെ രണ്ടിന്റെയും സ്ലോപ്പ് തുല്യമാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? പാരലൽ ആണെന്ന് പറയാം. A line with the slope m1 is parallel to
ദ ലൈൻ വിത്ത് സ്ലോപ്പ് m2 if m1 equal to m2. സ്ലോപ്പ് തമ്മിൽ ഈക്വൽ ആണെങ്കിൽ ആ ലൈൻസ് തമ്മിൽ പാരലൽ ആണ്. ഇനി പെർപെൻഡിക്കുലർ ആണെങ്കിലോ, പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് എന്തിനാ നമ്മൾ പെർപെൻഡിക്കുലർ പറയാ, ഒരു ലൈനിന് നേരെ 90 ഡിഗ്രി ഒരു ലൈൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് m1 ആണ്, ഈ ലൈനിന്റെ m2 ആണ്. അപ്പൊ ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആവണമെങ്കിൽ എന്താവണം, ഈ ഒന്നിന്റെ സ്ലോപ്പ് ഇൻറ്റു അടുത്തതിന്റെ സ്ലോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, -1 കിട്ടണം. ഈ രണ്ട് ലൈനുകളുടെ സ്ലോപ്പുകളുടെ പ്രോഡക്റ്റ് എന്തായിരിക്കണം, -1 ആണെങ്കിലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, പെർപെൻഡിക്കുലർ ആണെന്ന്. എ ലൈൻ വിത്ത് ദ സ്ലോപ്പ് m1 ഈസ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ വിത്ത് സ്ലോപ്പ് m2 if m1 into m2 equal to -1. ഓക്കെ, അതായത് രണ്ട് ലൈൻസ് പാരലൽ ആവുക എപ്പോഴാണ്, അവർ രണ്ടാളുടെ സ്ലോപ്പ് ഈക്വൽ ആവുമ്പോൾ. രണ്ട് ലൈൻസ് പാരലൽ ആവുക എപ്പോഴാണ്, അവരെ രണ്ടാളുടെ ലൈൻസിന്റെ സ്ലോപ്പ് ഈക്വൽ ആവുമ്പോഴാണ് അവർ തമ്മിൽ പാരലൽ ആവുന്നത്. രണ്ടിന്റെ സ്ലോപ്പിന്റെ പ്രോഡക്റ്റ്, സ്ലോപ്പ് തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് -1 കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർ തമ്മിൽ എന്താണ്, പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഷോ ദാറ്റ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ്സ് A56 ആൻഡ് B23 ഈസ് പാരലൽ ടു ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് C9-2 ആൻഡ് D6-5. ഇവിടെ നമുക്ക് രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഒരു ലൈനിന്റെ പോയിന്റ് ആണ് AB എന്ന് പറഞ്ഞ ഒരു ലൈൻ ഉണ്ട്, നമുക്ക് എന്തുണ്ട്, CD എന്ന് പറഞ്ഞ ലൈൻ ഉണ്ട്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, AB എന്ന് പറഞ്ഞ ലൈനിന്റെ സ്ലോപ്പും കാണണം, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, CD എന്ന് പറഞ്ഞ ലൈനിന്റെ സ്ലോപ്പും കാണണം. അതായത് എ ബിയുടെ സ്ലോപ്പ് ആണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. എ ബിയുടെ സ്ലോപ്പ് കാണാൻ എന്താ ചെയ്യുക, അതിന് നമുക്ക് m1 എന്ന് കൊടുക്കുക. എന്ത് ചെയ്താൽ മതി, കോർഡിനേറ്റ്സ് തമ്മിൽ മൈനസ് ചെയ്താൽ മതി അല്ലെ. ആദ്യം എന്ത് ചെയ്യാം, y കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്, 3 - 6 ഡിവൈഡഡ് ബൈ x കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്, 2 - 5. അതായത് എന്ത് കിട്ടും നമുക്ക്, -3 ബൈ എന്ത് കിട്ടും, -3. അത് എത്രയാണ് നമുക്ക് കിട്ടുക, -3യും എന്ത് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 1. അപ്പൊ m1 നമുക്ക് എന്ത് കിട്ടി, 1 കിട്ടി. ഇനി അതേപോലെ നമുക്ക് CD കാണണം. CD m2 എന്ന് കൊടുക്കണം. സ്ലോപ്പ് എങ്ങനെ കാണുക, -5 -2 അതെന്തായി, +2 ഡിവൈഡഡ് ബൈ 6 - 9 അല്ലെ. -5 +2 ചെയ്ത് എത്ര കിട്ടും നമുക്ക്, -3. 6 - 9 ചെയ്താലും നമുക്ക് എന്ത് കിട്ടും, -3. അതും ഈക്വൽ ടു എന്ത് കിട്ടും, നമുക്ക് 1 കിട്ടും. അപ്പൊ ഇവിടെ m1 ഈക്വൽ ടു എന്താണ്, m2 ആണ്, ഈക്വൽ ടു 1 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാ, ഈ രണ്ട് ലൈൻസും പാരലൽ ആണ്. AB CD എന്താണ്, പാരലൽ ആണ്. AB പാരലൽ ടു CD പറയാലോ. എന്താ ചെയ്തത്, നമ്മള് ആദ്യം AB രണ്ട് കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്, എയുടെയും ബിയുടെയും തന്നിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ ABന്റെ സ്ലോപ്പ് കണ്ടു, അതിന് നമ്മൾ m1 കൊടുത്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, സിയും ഡിയും കോർഡിനേറ്റ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, m2 കണ്ടു, അതിന്റെ സ്ലോപ്പ് കണ്ടു, അതിന് നമ്മൾ m2 കൊടുത്തു. അതും കിട്ടി, നമുക്ക് 1 കിട്ടി. അപ്പൊ m1ഉം m2 എന്താണ്, ഈക്വൽ ആണ്. ഈക്വൽ ടു 1 ആയ കാരണം ഇത് രണ്ടും എന്താണെന്ന് പറയാം നമുക്ക്, ഇത് രണ്ടും പാരലൽ ആണ്. ഇനി അടുത്തത് പെർപെൻഡിക്കുലർ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോഴും നമുക്ക് എന്ത് ചെയ്താൽ മതി, ആദ്യം സ്ലോപ്പ് കാണാം അല്ലെ. ആദ്യം സ്ലോപ്പ് കാണാൻ എന്ത് ചെയ്യുക, ആദ്യം ABന്റെ സ്ലോപ്പ് കാണാം. ആദ്യ ക്വസ്റ്റ്യൻ എന്താ, ഷോ ദാറ്റ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ്സ് A2 - 5 and B-25 is perpendicular to the line passing through the points L65, 63 and M11. നമുക്ക് ഇതേപോലെ രണ്ട് ലൈൻസിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്, അവർ രണ്ടാളും പെർപെൻഡിക്കുലർ ആണോ എന്നാ ചോദിച്ചില്ലേ. ഏതൊക്കെ തന്നുള്ളത്, AB തന്നിട്ടുണ്ട്, അതേപോലെ LM തന്നിട്ടുണ്ട്. ആദ്യം ABന്റെ കാണാം. ABയുടെ m1 സ്ലോപ്പ് എങ്ങനെ കാണാം, y-ന്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാ, 5 - 5 ഡിവൈഡഡ് ബൈ -2 -2. അപ്പൊ എന്ത്, 5 - 5 5 + 5 എന്തായി, 10 ആയി. ബൈ -2 എന്തായി, -4 ആയി. അപ്പൊ 10/4 വരുമ്പോ എന്ത് കിട്ടും നമുക്ക്, -5/2 കിട്ടി. ക്ലിയർ. ഇനി LMന്റെ സ്ലോപ്പിന് നമുക്ക് എന്ത് കൊടുക്കാം, m2 എന്ന് കൊടുക്കാം. m2 കാണാൻ എന്താ ചെയ്യാ, m2 കാണാൻ നമുക്ക് എന്താ ചെയ്യാ, m2 കാണാൻ നമുക്ക് y കോർഡിനേറ്റ്സ് ഏതൊക്കെയാ, 1 - 3 ബൈ 1 - 6. 1 - 3 എന്ന് പറയുമ്പോ എത്ര കിട്ടുക നമുക്ക്, 1 - 3 എത്രയാ, -2. 1 - 6 എത്രയാ, -5. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 2/5 കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, m1 ഈക്വൽ ടു -5/2 കിട്ടി, m2 ഈക്വൽ ടു
2/5 കിട്ടി. അപ്പൊ ഇവരെന്തല്ല, പാരലൽ അല്ല, പെർപെൻഡിക്കുലർ ആണോ നോക്കാനുള്ള കണ്ടീഷൻ എന്താ, M1ന്റെയും M2ന്റെയും പ്രോഡക്റ്റ് എന്തായിരിക്കണം, -1 ആയിരിക്കണം. അപ്പൊ ഇവിടെ M1 എത്രയാ, M1 ഇവിടെ എത്രയാ, -5/2 ആണ്. M2 ഇവിടെ എത്രയാ, 2/5 ആണ്. ഇത് ചെയ്യുമ്പോൾ ഈ 5ഉം ക്യാൻസൽ ആയി പോവും, ഈ 2ഉം ക്യാൻസൽ ആയി പോവും. ബാക്കി ഇവിടെ ആരാ ഉണ്ടാവുക, -1. അപ്പൊ കറക്റ്റ് അല്ലേ, ഇവരെന്താണ്, പെർപെൻഡിക്കുലർ അല്ലേ, AB പെർപെൻഡിക്കുലർ ടു എന്താണ്, LM ആവില്ലേ, എങ്ങനെയൊന്ന് മനസ്സിലായില്ലേ? അപ്പോ ഒരു രണ്ട് ലൈൻസ് പാരലൽ ആവണമെങ്കിൽ അവരുടെ സ്ലോപ്സ് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആവണമെങ്കിൽ അവരുടെ ലൈൻസിന്റെ പ്രോഡക്റ്റ് -1 ആയിരിക്കണം. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത -1 ആയിരിക്കണം. ക്ലിയർ അല്ലേ? ഇനി അടുത്തതാണ് ഇന്റർസെപ്റ്റ്സ് മെയ്ഡ് ബൈ എ ലൈൻ ഓൺ ആക്സസ്. ഒരു ആക്സസിൽ ഉണ്ടാക്കുന്ന ഇന്റർസെപ്റ്റ് ആണ് പറയുന്നത്. ഇപ്പൊ ഇത് നമ്മുടെ ഒരു ക്വാഡ്രന്റ് ആണ് അല്ലെ, എക്സ് ആക്സസും ഉണ്ട്, വൈ ആക്സസും ഉണ്ട്. ഇതിലൂടെ ഒരു ലൈന് വരച്ചിട്ടുണ്ട്, എൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈന് വരച്ചിട്ടുണ്ട്. ഈ മുട്ടുന്ന ആ ലൈന് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് എ എന്ന് പറയുന്നത്. വൈയില് മുട്ടുന്ന പോയിന്റ് ആണ് ബി എന്ന് പറയുന്നത്. വൈയിൽ മുട്ടുന്ന പോയിന്റ് ആണ് ബി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഓയിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എ, സ്മോൾ ലെറ്റർ എ. ഓയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ബി, സ്മോൾ ലെറ്റർ ബി എന്ന് പറയുന്നത്. നോക്കിക്കേ, OA is called the x-intercept or the intercept made by the line on x-axis. ഇതില് ഈ OA നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, OA നെയാണ് നമ്മൾ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് വിളിക്കുന്നത്. അതേപോലെ ഈ OB നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വൈ ഇന്റർസെപ്റ്റ് എന്ന് വിളിക്കുന്നത്. OA നെയാണ് നമ്മൾ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് വിളിക്കുന്നത്, OB നെയാണ് നമ്മൾ വൈ ഇന്റർസെപ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി നോക്കിക്കേ, ഈ OA-യും OB-നെയും നമ്മൾ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് ഇന്റർസെപ്റ്റ്സ് മെയ്ഡ് ബൈ ദ ലൈൻ എൽ ഓൺ ദ ആക്സിസ്. ഈ എൽ എന്ന് പറഞ്ഞ ലൈന് ഉണ്ടാക്കിയ ഇന്റർസെപ്റ്റുകളല്ലേ ഈ AB എന്ന് പറയുന്നത്. ഇനി AB-ന് നമുക്ക് എന്ത് പറയാം, ഇന്റർസെപ്റ്റിന്റെ ഉള്ളിലുള്ള പോയിന്റ്സ് ആണ് AB എന്ന് പറയാം. എക്സ് ആക്സിസിൽ ഈ എ കോർഡിനേറ്റ്സ് എന്തായിരിക്കും, A0 ആയിരിക്കും. ബിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 0,B ആയിരിക്കും. എക്സ് ആക്സിസിലായ കാരണം ഇവിടെ എന്തിനു മാത്രമേ വാല്യൂ ഉണ്ടാവുള്ളൂ, എക്സ് കോർഡിനേറ്റിന് മാത്രമേ വാല്യൂ ഉണ്ടാവുള്ളൂ. വൈ കോർഡിനേറ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. ഇവിടെ ബി വൈയിലുള്ള പോയിന്റ് ആയ കാരണം വൈ മാത്രമേ വാല്യൂ ഉണ്ടാവുള്ളൂ, എക്സ് എന്തായിരിക്കും, 0 ആയിരിക്കും. ഇനി എങ്ങനെ എക്സ് ഇന്റർസെപ്റ്റിനെയും എങ്ങനെ വൈ ഇന്റർസെപ്റ്റിനെയും കാണാം എന്ന് നോക്കാം. നോക്കിയേ, എക്സ് ഇന്റർസെപ്റ്റിനെ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, എക്സ് ഇന്റർസെപ്റ്റിനെ കാണണമെങ്കിൽ വൈക്ക് 0 കൊടുക്കുക. എക്സ് ഇന്റർസെപ്റ്റ് കാണണമെങ്കിൽ എന്ത് ചെയ്യുക, വൈക്ക് നമ്മൾ 0 കൊടുക്കുക. അത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സിന് ഒരു വാല്യൂ കിട്ടും. അതിനെയാണ് നമ്മൾ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി എക്സ് 0 കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് വൈക്ക് ഒരു വാല്യൂ കിട്ടും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വൈ ഇന്റർസെപ്റ്റ് എന്ന് വിളിക്കാം. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ വൈന് ഒരു വാല്യൂ കിട്ടും, അതിനെ വൈ ഇന്റർസെപ്റ്റ് എന്നും. വൈക്ക് 0 കൊടുത്താൽ എക്സിന് ഒരു വാല്യൂ കിട്ടും, അതിനെ നമ്മൾ എന്ത് വിളിക്കും, എക്സ് ഇന്റർസെപ്റ്റ് എന്ന് വിളിക്കും. ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, line is represented by 2x plus 3y equal to 6. Find its x and y intercepts. നമുക്ക് എന്തുണ്ട്, ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിൽ എക്സിനെയും വൈന്റെയും ഇന്റർസെപ്റ്റ്സിനെ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമുക്ക് എക്സ് ഇന്റർസെപ്റ്റ് കാണാം. ആദ്യം നമ്മൾ എന്താ കാണേണ്ടത്, എക്സ് ഇന്റർസെപ്റ്റിനെയാണ് കാണാൻ പോകുന്നത്. എക്സ് ഇന്റർസെപ്റ്റിനെ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ വൈക്ക് എന്തിട്ട് കൊടുക്കണം, 0 ഇട്ട് കൊടുത്താലാണ് വൈക്ക് നമ്മൾ എന്ത് ചെയ്യണം, വൈക്ക് നമ്മൾ 0 ഇട്ട് കൊടുക്കണം. വൈക്ക് 0 ഇട്ട് കൊടുത്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സ് ഇന്റർസെപ്റ്റ് കാണാൻ പറ്റുള്ളൂ. അപ്പൊ വൈക്ക് 0 ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ, 2x plus 3y equal to 6 ആണ്. അങ്ങനെയാണെങ്കിൽ 2x അങ്ങനെ നിന്നു, വൈക്ക് എന്തിട്ട് കൊടുക്കുക, 0 ഇട്ട് കൊടുക്കുക. 3 into 0 equal to 6 ആണ്. അപ്പൊ ഈ ഒരു ടേം എന്തായി പോയി, 0 ആയി പോയി. അപ്പൊ 2x equal to എന്താണ്, 6 ആണ്. അങ്ങനെയാണെങ്കിൽ x equal to എന്താണ്, 6/2. 6/2 എന്ന് പറയുന്നത് എന്താ, 3. 6/2 എന്ന് പറയുന്നത് എന്താ, 3 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എക്സ് ഇന്റർസെപ്റ്റ് എത്രയാണ്, എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, എക്സ് ഇന്റർസെപ്റ്റ് ഈക്വൽ ടു എത്രയാണ്, 3 ആണ്. എക്സ് ഇന്റർസെപ്റ്റ് ഈക്വൽ ടു 3 ആണ്. ഇനി അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, വൈ ഇന്റർസെപ്റ്റ് കാണണം. അടുത്തെന്താ കാണണ്ടേ, വൈ ഇന്റർസെപ്റ്റ് നമ്മൾ കാണണം. വൈ ഇന്റർസെപ്റ്റ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്, എക്സിന് നമ്മൾ എന്തിട്ട് കൊടുക്കണം, 0 ഇട്ട് കൊടുക്കണം. എക്സിന് നമ്മൾ എന്തിട്ട് കൊടുക്കണം, 0 ഇട്ട് കൊടുക്കണം. അങ്ങനെയാകുമ്പോൾ ഈക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ എന്താവും, 2 into x 2 into 0 plus 3 into y 3y അങ്ങനെ ഇട്ട് കൊടുത്തു, ഈക്വൽ ടു എന്താ വരിക,
ഈക്വൽ ടു നമുക്ക് 6 അല്ലെ. അപ്പൊ 2 into 0 ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? 0 plus 3y ഈക്വൽ ടു 3y 3y ഈക്വൽ ടു എന്താണ്? 6 ആണ്. അങ്ങനെയാണെങ്കിൽ y ഈക്വൽ ടു എന്താണ്? 6/3. എത്ര കിട്ടും നമുക്ക്? 2 എന്ന് കിട്ടും. 6/3 എത്ര കിട്ടും? 2 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? y ഇന്റർസെപ്റ്റ് എത്രയെ? y ഇന്റർസെപ്റ്റ് നമുക്ക് എത്ര കിട്ടി? 2 കിട്ടി. മനസ്സിലായോ? ഇവിടെ എന്താ നമ്മൾ ചെയ്തത്? എക്സ് ഇന്റർസെപ്റ്റ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വൈക്ക് 0 ഇട്ട് കൊടുക്കണം. എക്സ് ഇന്റർസെപ്റ്റ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വൈക്ക് 0 ഇട്ട് കൊടുക്കണം. അപ്പൊ ഇക്വേഷനിൽ വൈക്ക് 0 കൊടുത്തപ്പോ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. ഇനി എക്സ് ഇന്റർസെപ്റ്റ് വൈ ഇന്റർസെപ്റ്റ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സിന് 0 ഇട്ട് കൊടുക്കണം. എക്സ് ഇന്റർസെപ്റ്റ് കാണണമെങ്കിൽ വൈന് 0 ഇട്ട് കൊടുക്കണം. വൈ ഇന്റർസെപ്റ്റ് കാണണമെങ്കിൽ എക്സിന് 0 ഇട്ട് കൊടുക്കണം. ഇവിടെ എക്സ് ഇന്റർസെപ്റ്റ് കാണാൻ വേണ്ടി വൈക്ക് 0 ഇട്ട് കൊടുത്തപ്പോ നമുക്ക് എക്സ് എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. ഇനി വൈ ഇന്റർസെപ്റ്റ് കാണാൻ വേണ്ടിയിട്ട് എക്സിന് 0 ഇട്ട് കൊടുത്തപ്പോ നമുക്ക് എന്ത് കിട്ടി? വൈന് 2 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? അതുകൊണ്ട് എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും കിട്ടി. ഇനി നമ്മൾ അടുത്ത ഒരു ടോപ്പിക് ആണ് ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്. രണ്ട് ലൈൻസ് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ്. രണ്ട് ലൈൻസ് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് be the angle between two lines with the slope m1 and m2. നമ്മുടെ കയ്യിൽ രണ്ട് ലൈൻസ് ഉണ്ട്. രണ്ട് ലൈൻസിൽ സ്ലോപ്പ് വരുന്നത് ഒരു ലൈനിന്റെ സ്ലോപ്പ് m1 ഉം ഒരു ലൈനിന്റെ സ്ലോപ്പ് m2 ആണ്. അപ്പൊ m1 m2 എന്ന് പറഞ്ഞിട്ട് m1 ഇപ്പൊ രണ്ട് ലൈൻസ് ഉണ്ട്. ഒരു ലൈൻ ഇതാ, ഒരു ലൈൻ ഇതാ. ഈ ഒരു ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് m1 ആണ്. ഈ ഒരു ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് m2 ആണ്. ഇവർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം tan theta equal to m1 minus m2 by 1 plus m1 m2. tan theta എന്ന് പറയുന്നത് എന്തായിരിക്കും? m1 minus m2 divided by 1 plus m1 m2 ആണ് അല്ലെ. ഇതിൽ നോക്കിക്കേ, ഈ m1 മൈനസ് m1 എന്ന് പറയുന്നത് എന്താണ്? സ്ലോപ്പ് ആണ്. സ്ലോപ്പ് ഓഫ് ലൈൻ 1 ആണ്. ലൈൻ 1ന്റെ സ്ലോപ്പ് ആണ് m1 എന്ന് പറയുന്നത്. m2 എന്ന് പറയുന്നത് ആരാണ്? സ്ലോപ്പ് ഓഫ് ലൈൻ 2 ആണ്. ടാൻ തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ തീറ്റ കിട്ടുക? ടാൻ തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ തീറ്റ കാണാൻ എന്ത് ചെയ്താൽ മതി? തീറ്റ കാണാന് ടാൻ ഇൻവേഴ്സ് കണ്ടാൽ മതി. ടാൻ തീറ്റ കിട്ടിക്കഴിഞ്ഞാല് എന്ത് ചെയ്താൽ മതി? തീറ്റ കിട്ടാൻ ടാൻ ഇൻവേഴ്സ് ചെയ്താൽ മതി. ഇനി തീറ്റനെ നമ്മൾ പൈയുമായി മൈനസ് ചെയ്താൽ പൈ എത്ര വരാ? പൈ എന്ന് പറയുന്നത് എത്രയാണ്? 180. പൈയിൽ നിന്നും തീറ്റ മൈനസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടും. പൈയിൽ നിന്നും തീറ്റ നമുക്ക് കിട്ടിയ തീറ്റ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടും. ഇനി നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് m1 മൈനസ് m2 ബൈ 1 പ്ലസ് m1 m2 എന്നുള്ളത് പോസിറ്റീവ് ആണെങ്കിൽ, ഇതെന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ അല്ലേ, ഇത് ടാൻ തീറ്റ അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ടാൻ തീറ്റ ആണെങ്കിൽ ഇത് ടാൻ തീറ്റ അല്ലേ. അപ്പൊ m1 മൈനസ് m2 ബൈ 1 പ്ലസ് m1 m2 പോസിറ്റീവ് ആണെങ്കിൽ ഇവിടുത്തെ ടാൻ തീറ്റ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ടാൻ തീറ്റ പോസിറ്റീവ് ആണെങ്കിൽ ടാൻ ഫൈ നെഗറ്റീവ് ആയിരിക്കും. ടാൻ തീറ്റ പോസിറ്റീവ് ആണെങ്കിൽ ടാൻ ഫൈ നെഗറ്റീവ് ആയിരിക്കും. ടാൻ തീറ്റ പോസിറ്റീവും ടാൻ ഫൈ നെഗറ്റീവും ആണെങ്കിൽ തീറ്റ ആയിരിക്കും അക്യൂട്ട് ആംഗിൾ. എന്താ അക്യൂട്ട് ആംഗിൾ? 90 ഡിഗ്രിനെക്കാട്ടി കുറഞ്ഞ ആംഗിൾസ് ആണ് അക്യൂട്ട് ആംഗിൾ. അപ്പൊ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്താ? 90 ഡിഗ്രിനെക്കാട്ടി കൂടിയ ആംഗിൾസ് ആണ് ഒബ്റ്റ്യൂസ് ആംഗിൾ. അപ്പൊ നമുക്ക് എന്ത് പറയാം? m1 മൈനസ് m2 ബൈ 1 പ്ലസ് m1 m2 എന്ന് പറയുന്നത് ടാൻ തീറ്റ ആണ്. അപ്പൊ m1 മൈനസ് m2 ബൈ 1 പ്ലസ് m1 m2 പോസിറ്റീവ് ആണെങ്കിൽ ടാൻ തീറ്റ പോസിറ്റീവ് ആയിരിക്കും, ടാൻ ഫൈ നെഗറ്റീവ് ആയിരിക്കും. ആരാണോ പോസിറ്റീവ് അവരായിരിക്കും അക്യൂട്ട് ആംഗിൾ. ഇവിടെ ആരാ പോസിറ്റീവ്? ടാൻ തീറ്റ ആണ് പോസിറ്റീവ്. അപ്പൊ ഇവിടുത്തെ അക്യൂട്ട് ആംഗിൾ ആരായിരിക്കും? തീറ്റ അക്യൂട്ട് ആംഗിൾ ആയിരിക്കും, ഫൈ ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കും. അതേപോലെ തിരിച്ചു പറയുകയാണെങ്കിൽ m1 മൈനസ് m2 1 പ്ലസ് m1 m2 നെഗറ്റീവ് ആണെങ്കിൽ ഇവിടുത്തെ ടാൻ തീറ്റ നെഗറ്റീവ് ആയിരിക്കും. m1 മൈനസ് m2 1 പ്ലസ് m1 m2 നെഗറ്റീവ് ആണെങ്കിൽ ഇവിടുത്തെ ടാൻ തീറ്റ നെഗറ്റീവ് ആയിരിക്കും. ടാൻ ഫൈ അപ്പൊ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതിന്റെ അർത്ഥം എന്താ? തീറ്റ ഒബ്റ്റ്യൂസും ഫൈ അക്യൂട്ടും ആയിരിക്കും. ആരാണോ പോസിറ്റീവ് അവരായിരിക്കും അക്യൂട്ട് ആംഗിള്. ടാൻ തീറ്റ പോസിറ്റീവ് ആണെങ്കിൽ ടാൻ ഫൈ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ തീറ്റ അക്യൂട്ടും ഫൈ ഒബ്റ്റ്യൂസും ആയിരിക്കും. തീറ്റ അക്യൂട്ടും ഫൈ ഒബ്റ്റ്യൂസും ആയിരിക്കും. ഇനി ടാൻ തീറ്റ നെഗറ്റീവ് ആണെങ്കിൽ ടാൻ ഫൈ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ തീറ്റ ഒബ്റ്റ്യൂസും ഫൈ അക്യൂട്ടും ആയിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ ചെയ്യാണ്. ഫൈൻഡ് ദ അക്യൂട്ട് ആൻഡ് ഒബ്റ്റ്യൂസ് ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് ഹൂസ് സ്ലോപ്സ് ആർ 3/4 ആൻഡ് -1/7. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? സ്ലോപ്സ് തന്നിട്ടുണ്ട്.
അല്ലെ? m1 നമുക്ക് തന്നിട്ടുണ്ട്, m1 ആണ് 3/4, m2 എത്രയാണ് തന്നിട്ടുണ്ട്, -1/7 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടാൻ തീറ്റ കാണാം. ടാൻ തീറ്റ ഈക്വൽ ടു എന്താണ് ചെയ്യേണ്ടത്, m1 - m2 ബൈ എത്രയാ, m1 - m2 ബൈ 1 + m1 m2 ആണ്. ഇവിടെ m1 എത്രയാണ്, m1 3/4 -1 ആണ്. അപ്പൊ അതെന്ത് കൊടുത്തു, +1/7 ഡിവൈഡഡ് ബൈ 1 + 3/4 1/7 അല്ലെ, ഇൻറ്റു 1/7. അപ്പൊ ചെയ്യുമ്പോ 3 × 7 28 +4 × 1 4 ബൈ 4 × 7 7 × 1 21 +4 4 × 7 28 ഡിവൈഡഡ് ബൈ 1 + 3/28 ചെയ്യുമ്പോൾ 21 + 4 25/28 ഡിവൈഡഡ് ബൈ ഇത് 1 × 28 28, ഇവിടെ ഒരു മൈനസ് ഉണ്ട് അല്ലെ, -1 × 7 അല്ലെ. അപ്പൊ എന്ത് കിട്ടും, -3/28. അപ്പൊ എന്ത് കിട്ടും, 25/28 ഡിവൈഡഡ് ബൈ 25/28. 25/28 25/28 ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ബാക്കി ആരാ ഉണ്ടാവുക, 1. അപ്പൊ ടാൻ തീറ്റ ഈക്വൽ ടു എത്രയാണ്, ടാൻ തീറ്റ ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെങ്കിൽ തീറ്റ ഈക്വൽ ടു എന്താണ്, ടാൻ ഇൻവേഴ്സ് 1 ആണ്. ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 45 ഡിഗ്രി ആണ്. എത്രയാണ്, 45 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈ എത്രയായിരിക്കും, ഫൈ എന്ന് പറഞ്ഞാൽ പൈ മൈനസ് തീറ്റ ആണ്. പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ 180 - 45 ആണ്. 180 - 45 എന്ന് പറഞ്ഞാൽ 135 ഡിഗ്രി. മനസ്സിലായോ? അപ്പൊ 90 ഡിഗ്രീനെക്കാട്ടും കുറവാരാണ്, ഇവിടെ m1 - m2 ബൈ 1 + m1 m2 നമുക്ക് എത്ര കിട്ടിയത്, പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്, 1 ആണ് കിട്ടിയത്. അപ്പൊ ടാൻ തീറ്റയും എന്താണ്, 1 ആണ്. അതുകൊണ്ട് തീറ്റ അക്യൂട്ട് ആംഗിളും ഫൈ എന്താണ്, ഒബ്റ്റ്യൂസ് ആംഗിളും ആണ്. ക്ലിയർ ആയോ? അപ്പൊ എന്താ പറഞ്ഞത്, നമ്മളോട് ഇവിടെ അക്യൂട്ട് ആംഗിൾ ഏതാ, ഒബ്റ്റ്യൂസ് ആംഗിൾസ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സ്ലോപ്സ് തന്നിട്ടുണ്ട്, m1 3/4 ഉം m2 -1/7 ഉം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, m1 ഉം m2 ഉം എഴുതാം ആദ്യം. എന്നിട്ട് ടാൻ തീറ്റയുടെ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടാൻ തീറ്റയ്ക്ക് ഒരു വാല്യൂ കിട്ടും. ഇവിടെ ടാൻ തീറ്റയ്ക്ക് എത്ര കിട്ടിയത്, 1 ആണ് കിട്ടിയത്. ടാൻ തീറ്റ 1 ആവുമ്പോൾ തീറ്റ കാണാൻ എന്ത് ചെയ്താൽ മതി, ടാൻ ഇൻവേഴ്സ് കണ്ടാൽ മതി അല്ലെ. അപ്പൊ ടാൻ ഇൻവേഴ്സ് കണ്ടപ്പോൾ എന്ത് കിട്ടി, നമുക്ക് 45 ഡിഗ്രി കിട്ടി. ഈ 45 ഡിഗ്രി ആണ് ആര്, തീറ്റ എന്ന് പറയുന്നത്. തീറ്റ എത്രയാണോ, അപ്പൊ ഫൈ കാണാൻ എന്ത് ചെയ്താൽ മതി, പൈയിൽ നിന്നും ആ തീറ്റേനെ മൈനസ് ചെയ്താൽ മതി. ഇവിടെ തീറ്റ എത്രയാണ്, 45 ആണ്. അതുകൊണ്ട് ഫൈ കാണാൻ എന്ത് ചെയ്തു, പൈയിൽ നിന്നും തീറ്റ കുറച്ചു, അതായത് 180യിൽ നിന്നും 45 കുറച്ചു. അപ്പൊ നമുക്ക് എത്ര കിട്ടി, 135 ഡിഗ്രി കിട്ടി. ഇനി ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് ഷിഫ്റ്റിംഗ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത്. ഷിഫ്റ്റിംഗ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് അതായത് നമ്മളിവിടെ ഒറിജിനെ ഷിഫ്റ്റ് ചെയ്യാണ്. ഇവിടെ നോക്കിക്കേ, നമുക്ക് ഒരു ഇവിടെ വരച്ച് കാണിക്കും. അതായത് നമുക്കൊരു ആക്സിസ് ഉണ്ട്, ഇതാണ് എക്സ്, ഇതാണ് വൈ. ഇതാണ് നമ്മുടെ ഒറിജിൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ട് പി. ആ പോയിന്റിന് നമ്മൾ എന്താണ് മാർക്ക് ചെയ്യുന്നത്, എക്സ് വൈ എന്നുള്ള കോർഡിനേറ്റ്സ് ആണ്. നമ്മൾ എന്ത് ചെയ്യാണ്, ഒറിജിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാണ് വിത്തൗട്ട് ചേഞ്ചിങ് ദ ഡിറക്ഷൻ. ഡിറക്ഷൻ ചേഞ്ച് ചെയ്യാണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിന്റെ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യാണ്ട് ഈ ഒരു ഒറിജിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പൊ പുതിയ ഒറിജിൻ ആണ് ഇത്. ആ പുതിയ ഒറിജിനെ നമ്മൾ എന്ത് വിളിക്കും, പുതിയ ഒറിജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, പുതിയ ഒറിജിനെ നമ്മൾ O' എന്ന് കൊടുത്തു. അപ്പൊ നമുക്ക് ഈ പി എന്തായിട്ട് മാറും, പി ഒരു പുതിയത് വരും, പി ഡാഷ് വരും. അതിന് നമ്മൾ എന്താക്കാണ്, എക്സ് ഡാഷ് വൈ ഡാഷ് ആയിട്ട് കൊടുക്കും. പി ഡാഷിന് കൊടുക്കേണ്ട ആവശ്യമില്ല, പി തന്നെയാണ്. പിന്നെ നമുക്ക് എന്തായത് പുതിയ പോയിന്റ്സ് കിട്ടും, പുതിയ കോർഡിനേറ്റ്സ് കിട്ടും. അതാണ് എക്സ് ഡാഷ് വൈ ഡാഷ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ഒരു സാധാ പോലെ ഒരു ഇതില് എന്തുണ്ട്, ഒരു കോർഡിനേറ്റ്സ് ഉണ്ട്, അതാണ് പി എക്സ് വൈ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒറിജിനെ നമ്മൾ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യാണ്ട് ഷിഫ്റ്റ് ചെയ്യാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അങ്ങനെ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യാണ്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ലേഷൻ ഓഫ് ആക്സസ്. അങ്ങനെ ചേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് എന്തായി, ഈ പി എക്സ് വൈ എന്നുള്ള കോർഡിനേറ്റ് മാറിയിട്ട് എന്തായിട്ട് മാറി, എക്സ് ഡാഷ് വൈ ഡാഷ് ആയിട്ട് മാറി. The transformation obtained by shifting the origin to a given point in the plane without changing the direction of coordinate axis is called a translation of axis. അതായത് നമ്മൾ ഒറിജിനെ ഷിഫ്റ്റ് ചെയ്യാണ് വിത്തൗട്ട് ചേഞ്ചിങ് ദ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യാണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഷിഫ്റ്റ് ചെയ്യാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ലേഷൻ ഓഫ് ആക്സസ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, പുതിയ പോയിന്റ് ആയിട്ടുള്ള എക്സ് ഡാഷ് എന്താ വൈ ഡാഷ് എന്താന്ന് കിട്ടണം. ആ എക്സ് ഡാഷും വൈ ഡാഷും നമ്മൾ ഒറിജിൻ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് എച്ച് കെ എന്നുള്ള പോയിന്റിലേക്കാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പോയിന്റ്സ് എക്സ് മൈനസ് എച്ച് വൈ മൈനസ് കെ ആണ്.
അതായത് നമുക്ക് എന്തൊക്കെയാ വേണ്ടത്? നമ്മൾ ഒറിജിനെ ഷിഫ്റ്റ് ചെയ്തു അല്ലെ? ഒറിജിനെ ഷിഫ്റ്റ് ചെയ്യുന്നത് എച്ച് കെ എന്നുള്ള ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എക്സ് ഡാഷ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഓൾറെഡി ഉള്ളത് എക്സ് എന്നുള്ള പോയിന്റ് ഉണ്ടാവില്ലേ? ആ എക്സിൽ നിന്നും നമുക്ക് എച്ച് തന്നിട്ടുണ്ടായിരിക്കും, ആ എച്ച് മൈനസ് ചെയ്താൽ മതി. ഇനി വൈ ഡാഷ് ആണ് നമുക്ക് കിട്ടേണ്ടത് എന്ന് വെച്ചെങ്കിൽ വൈയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്താൽ മതി? കെ മൈനസ് ചെയ്താൽ മതി. ഓക്കെ, നമ്മളൊരു ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ when the origin is shifted to -32 by translation of axis. Translation of axis എന്ന് തന്നിട്ടുണ്ട്. എന്താണ്? ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ടില്ല. Find the coordinates of the point 1, 2 with respect to new axis. അപ്പൊ നമുക്ക് ഇവിടുത്തെ കോർഡിനേറ്റ്സ് ആരൊക്കെയാണ്? കോർഡിനേറ്റ്സ് ആരൊക്കെയാണ്? ഇവിടുത്തെ എക്സ് കോമ വൈ ആണ് ആര്? 1,2. ഇവിടുത്തെ എക്സ് ആണ് 1, വൈ ആണ് 2. ഇനി ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് എവിടേക്കാണ്? -32 ഷിഫ്റ്റ് ചെയ്തുള്ള പോയിന്റ് ആണ് എച്ച് കെ, അതാണ് -32. അതായത് എച്ച് -3 കെ 2. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പുതിയ പോയിന്റ്സ് ആരൊക്കെയാണ്? എക്സ് ഡാഷും വൈ ഡാഷും. എക്സ് ഡാഷ് കാണാൻ എന്ത് ചെയ്താൽ മതി? എക്സിൽ നിന്നും എച്ച് കുറയ്ക്കുക. എക്സ് എത്രയാണ് ഇവിടെ? എക്സ് 1 ആണ്. എച്ച് എത്രയാണ്? -3 ആണ്. അപ്പൊ 1 - -3, അപ്പൊ എന്ത് വരും? 1 + 4 = 5 വരും. ഇനി അടുത്തത് വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ മൈനസ് കെ ആണ് അല്ലെ? വൈ മൈനസ് കെ ചെയ്യാം. വൈ എത്രയാണ്? 2, കെ എത്രയാണ്? 2. അപ്പൊ 2 - 2 = 0. അപ്പൊ നമ്മുടെ പോയിന്റ്സ് ഏതൊക്കെയാണ്? നമുക്ക് ഏതൊക്കെയാ വേണ്ടേ? എക്സ് ഡാഷും വൈ ഡാഷും. പുതിയ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? എക്സ് ഡാഷും വൈ ഡാഷും ആണ്. അത് എത്രയായിരിക്കും? 5ഉം 0ഉം ആയിരിക്കും. ക്ലിയർ ആയോ? അതായത് നമ്മൾ ആദ്യം ഒറിജിൻ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള പോയിന്റ് ആണ് എച്ച് കെ. ഒറിജിൻ ഏത് പോയിന്റിലേക്കാണോ ഷിഫ്റ്റ് ചെയ്തത് അതാണ് എച്ച് കെ. ഒറിജിൻ ഏത് പോയിന്റിലേക്കാണോ ഷിഫ്റ്റ് ചെയ്തത് അതാണ് എച്ച് കെ. ഇവിടുത്തെ എച്ച് കെ ആണ് ആര്? -3,2 എന്നുള്ളത്. ഇനി ഏതായിരുന്നു നമ്മുടെ പോയിന്റ്സ്? 1, 2. ആ പോയിന്റ് ആണ് ആര്? എക്സ് വൈ എന്ന് പറയുന്നത്. ആ പോയിന്റ്സ് ആണ് ഇനി പുതിയതായിട്ട് മാറിയിട്ട് നമുക്ക് എന്ത് കിട്ടുക? എക്സ് ഡാഷ് വൈ ഡാഷ് കിട്ടേണ്ടത്. ആ എക്സ് ഡാഷ് വൈ ഡാഷ് ആണ് നമുക്ക് കിട്ടിയത് എന്ത്? 5,0 എന്നുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. 11 ടോപ്പിക്സ് ആണ്. അതിൽ ഫസ്റ്റ് ടോപ്പിക് വരുന്നത് നമുക്ക് ജസ്റ്റ് ബേസിക്സ് ആണ്. എന്താണ് റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ്, ക്വാഡ്രൻസ് എന്താ, അങ്ങനത്തെയൊക്കെ. പിന്നെ നമ്മൾ പഠിച്ചത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 കോർഡിനേറ്റ്സ്, 2 പോയിന്റ്സ് ആണ്. അത് കാണാൻ നമുക്കൊരു ഫോർമുല ഉണ്ട്. അതേപോലെ സെക്ഷൻ ഫോർമുല. സെക്ഷൻ ഫോർമുലയിൽ 2 എണ്ണം ഉണ്ട്. ഇന്റേണൽ ഡിവിഷൻ ഉണ്ട്, എക്സ്റ്റേണൽ ഡിവിഷൻ ഉണ്ട്. ഇനി അതേപോലെ അടുത്തത് വരുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ്. പിന്നെ അതേപോലെ കണ്ടീഷൻ ഫോർ കൊലീനിയാരിറ്റി, സ്ലോപ്പ്, ഇൻക്ലിനേഷൻ, സ്ലോപ്പ് ഓഫ് 2 പോയിന്റ്സ്, പെർപെൻഡിക്കുലാരിറ്റിയുടെയും പാരലലിസത്തിന്റെയും കണ്ടീഷൻസ്, അതേപോലെ ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്, ഷിഫ്റ്റിംഗ് ഓഫ് ഒറിജിൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. വളരെ എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. ഒന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ വെച്ച് ഇക്വേഷൻസ് ഒക്കെ പഠിച്ച് എന്ത് ചെയ്യുക? കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് വരാം. താങ്ക് യു.